ഹലോ മക്കളെ, നമ്മുടെ +2 സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെനറ്റിക്സിൽ വരുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ ഈ ചാപ്റ്ററിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നമുക്ക് ടോപ്പിക് റിലേറ്റഡ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ചാനലാണ്. സോ ഈ ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ചാനലിലേക്ക് എന്ത് ചെയ്യുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസും അതുപോലെ പഠിക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അത് എല്ലാവരും ഓർത്ത് ചെയ്യണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. സോ ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് സെക്സ് ഡിറ്റർമിനേഷൻ. നമുക്ക് ആക്ച്വലി 4 ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻസ് ആണ് പഠിക്കാനുള്ളത്. സോ തുടങ്ങിയാലോ നമുക്ക്? റെഡി? സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കേസ് തന്നെയാണ് അല്ലേ. നമ്മളെ വിട്ടൊരു കളിയിൽ ആദ്യം നമ്മളെ കുറിച്ച് തന്നെ പഠിക്കാം. അപ്പം നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് XX ക്രോമസോമും അല്ലെങ്കിൽ XY ക്രോമസോം പാറ്റേൺ നോക്കിയിട്ടാണ് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആരുടെയെങ്കിലും ശരീരത്തിൽ XX ആണെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിനകത്ത് XX ആണ്. അപ്പോൾ XX എന്ന് വന്നു കഴിഞ്ഞാൽ ഓക്കെ, XX എന്നാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഫീമെയിൽ. XX എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഫീമെയിൽ. ഓക്കെ, XY എന്ന് വന്നാലോ അതെന്തായിരിക്കും? മെയിലുമായിരിക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. XX വന്നു കഴിഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും. അത് 2 X ഉണ്ടെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും. 1 X ഉം 1 Y ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും. അപ്പോൾ മക്കളെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 2 ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ആരാ? 2 ടൈപ്പ് ഓഫ് ഗമേറ്റ്സ്. ഇപ്പോൾ ഫീമെയിലിനെ സംബന്ധിച്ച് ഇതൊരു ഗമേറ്റ് ആവും, ഇതൊരു മറ്റൊരു ഗമേറ്റ് ആവും. പക്ഷേ രണ്ടും X എന്ന് പറയുന്ന ഓവം തന്നെയല്ലേ. പക്ഷെ ആണുങ്ങളാണെങ്കിലോ X ഉള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും, Y ഉള്ള സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. സോ മെയില് X ടൈപ്പ് സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ Y ടൈപ്പ് സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ആണുങ്ങളാണ് അല്ലേ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ ഹെട്രോഗമേറ്റി. സോ മെയിൽ ഹെട്രോഗമേറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ 2 ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മെയിൽ ഹെട്രോഗമേറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് നേരെ കൊക്കരക്കോ കോഴി അല്ലെ, യെസ്, കോഴികളുടെയും ബേർഡ്സിൻ്റെയൊക്കെ കേസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ അവരുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെ മെയിൽ എന്ന് പറയുന്നത് Z ആയിരിക്കും, മെയിൽ എന്ന് പറയുന്നത് Z ആയിരിക്കും, ഫീമെയിൽ ZW ആയിരിക്കും. അപ്പോൾ Z ആണ് ഫീമെയിൽ, ZW ആണ് ഫീമെയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ടൈപ്പ് ഓഫ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ ആരാ? ഫീമെയിൽ ആണ് അല്ലേ. ഫീമെയിൽ ആണ് 2 ടൈപ്പ്, Z ഉള്ള ഓവവും അതുപോലെ W ഉള്ള ഓവവും. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫീമെയിൽ ഹെട്രോഗമേറ്റി എന്നാണ്. ഫീമെയിൽ ഹെട്രോഗമേറ്റി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേറൊരാളുടെ പുൽച്ചാടിയിലേക്ക് പോകാം. അതെ, യെസ്, അതെ, ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ കേസിലേക്ക് വരാം. ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മെയില് Xും Oയുമാണ്. O എന്ന് വെച്ചാൽ ആക്ച്വലി 0 എന്നാണ്. അതായത് Xും 0യും എന്ന് നമുക്ക് പറയാം. വായിക്കുമ്പോൾ XO എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫീമെയിലോ? ഫീമെയിൽ XX ആണ്. ആക്ച്വലി ഹെങ്കിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഗ്രാസ് ഹോപ്പിനെ സ്റ്റഡി ചെയ്തപ്പോഴാണ്, അതിൻ്റെ സ്പേമുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് X ക്രോമസോമിനെ കണ്ടെത്തിയത് തന്നെ. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാസ് ഹോപ്പേഴ്സ്. അപ്പോൾ ഗ്രാസ് ഹോപ്പേഴ്സ് ആണ് 2 ടൈപ്പ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. X ഉള്ള സ്പേമും X ഇല്ലാത്ത സ്പേമും. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ആയതുകൊണ്ട് ഗ്രാസ് ഹോപ്പേഴ്സിലും ഉള്ളത് ഏത് തന്നെയാണ്? മെയിൽ ഹെട്രോഗമേറ്റി തന്നെയാണ്. അപ്പോൾ ഗ്രാസ് ഹോപ്പേഴ്സിലും മെയിൽ ഹെട്രോഗമേറ്റിയാണ്, നമ്മളിലും ഡ്രോസോഫിലയിലും ഒക്കെ മെയിൽ ഹെട്രോഗമേറ്റി ആണ്. എന്നാൽ ബേർഡ്സിൽ അല്ലെങ്കിൽ ഫൗൾസിൽ അല്ലെങ്കിൽ പൗട്രിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കേസിൽ അവിടെ ഫീമെയിൽ ഹെട്രോഗമേറ്റി ആണ്. സ്ത്രീകളാണ് 2 ടൈപ്പ് ഓഫ് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ മറ്റൊരു ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്സ് ഡിറ്റർമിനേഷൻ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസമാണ് ഹണി ബീസിൻ്റെ കേസിൽ. മക്കളെ, ഹണി ബീസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. വർക്കർ ബീസ് ഉണ്ട്, ക്വീൻ ഉണ്ട്, അതുപോലെ ഡ്രോൺസ് എന്ന് പറയുന്ന മെയിലും ഉണ്ട്. അതിൽ വർക്കേഴ്സും അതുപോലെ ക്വീൻ ഇവർ 2 പേരും സ്ത്രീജനങ്ങളാണ്. ഓക്കെ, പക്ഷേ ഡ്രോൺ മാത്രം എന്താണ്? ഡ്രോൺ ഒരു മെയിലാണ്. ഡ്രോൺ ഒരു മെയിലാണ്. ക്വീനും വർക്കേഴ്സും ആക്ച്വലി ഫീമെയിൽസ് ആണ്. ഇതിൽ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഫീമെയിൽ എന്ന് ചോദിച്ചാൽ അത് ക്വീൻ മാത്രമാണ്. അപ്പോൾ ക്വീൻ്റെ മാത്രമേ എന്തുള്ളൂ? ഈ പറയുന്ന റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കേണ്ടത്. ഫീമെയിൽ ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആൺ പെണ്ണ് എങ്ങനെ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രോമസോം നമ്പർ നോക്കിയിട്ടാണ്. എക്സും വൈയും നോക്കിയിട്ടല്ല, ക്രോമസോം നമ്പർ. അതായത് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ആണെങ്കിൽ അതൊരു മെയിൽ ആയിരിക്കും. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആണെങ്കിലോ അത് ഫീമെയിൽ ആയിരിക്കും. കൊള്ളാം അല്ലേ? ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ആണെങ്കിൽ അതൊരു മെയിൽ ആയിരിക്കും. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും. ഒരു ഹണി ബീ കോളനിയിൽ ഏറ്റവും അത്യാവശ്യം സ്ത്രീകളാണ്, കാരണം വർക്കേഴ്സ് ഒക്കെ സ്ത്രീകളാണ് അല്ലേ? അപ്പോൾ അവരുടേത് കൂടി നമുക്കൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് നോക്കാം. സോ ഒരു ഫീമെയിലിനെ ഞാൻ എടുക്കുകയാണ്. ഫീമെയിൽ എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 32 ആണ് കേട്ടോ. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഇതാരായിരിക്കും? ഇത് ഫീമെയിൽ ആയിരിക്കും കേട്ടോ. ഇത് ഫീമെയിൽ ആയിരിക്കും. മെയിൽ എന്തായിരിക്കും? എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഫീമെയിൽ, അതായത് നമ്മുടെ ക്വീൻ ആണ്. ക്വീൻ എന്ത് ചെയ്യുന്നു? ഒരു മുട്ട ഇടുന്നു. മുട്ട. അപ്പോൾ മുട്ട എന്തായാലും പകുതി ക്രോമസോമിലേ കാണത്തുള്ളൂ. അപ്പോൾ 16 ആയിരിക്കും അതിനകത്തുള്ള ക്രോമസോം നമ്പർ, അഥവാ ഹാപ്ലോയിഡ് ആയിരിക്കും. മുട്ടകൾ, എഗ്ഗ് എപ്പോഴും എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലേ? ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗിന് തന്നെ സ്വയം ഒരു കുഞ്ഞായി മാറാനുള്ള കഴിവുണ്ട്. അതായത് അവിടെ ഫെർട്ടിലൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല, മെയിലിൻ്റെ ആവശ്യമില്ല. ആ എഗ്ഗിന് തന്നെ സ്വയം എന്താകാൻ പറ്റും? ഒരു കുഞ്ഞായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർത്തനോജനസിസ്. പാർത്തനോജനസിസ്. അപ്പോൾ പാർത്തനോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഗമേറ്റ് തന്നെ എന്തായിട്ട് മാറും? ഒരു യങ് വൺ ആയിട്ട് മാറും. പക്ഷെ ഗമേറ്റ് ഹാപ്ലോയിഡ് അല്ലേ? അപ്പോൾ ഉണ്ടായി വരുന്ന കുഞ്ഞും ആ ബീസും എന്തായിരിക്കും? ആ ബീസും എന്ത് തന്നെ ആയിരിക്കും? ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. അതും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് ആണാണോ പെണ്ണാണോ? മെയിൽ ആയിരിക്കും അല്ലേ? സോ ഇറ്റ് വിൽ ബി എ മെയിൽ ബി. അപ്പോൾ ഒരു ആൺ ഈച്ചയായിരിക്കും അങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് പെണ്ണീച്ചകളല്ലേ കൂടുതൽ വേണ്ടത്. അത് വേണമെങ്കിൽ ആണുങ്ങളും കൂടി വിചാരിക്കണം. സോ മെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ വിൽ പ്രൊഡ്യൂസ് സ്പേം. അതും ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ബീസ് എല്ലാം ഏത് ടൈപ്പ് ആയിരിക്കും? ദാറ്റ് വിൽ ബി ഫീമെയിൽ. ഫീമെയിൽ ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ളതായിരിക്കും. കാരണം ഈ എന്നും കൂടി ചേരുമ്പോൾ എന്നും ചേർന്ന് എന്താകും? ഡിപ്ലോയിഡ് ആകും. ഡിപ്ലോയിഡ് ആയാൽ അതെന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. സോ ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹണി ബീസിലുള്ളത്. ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് മെയിലും, ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് ഫീമെയിലും എന്നതാണ് അവരുടെ സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ്. അപ്പോൾ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക്, അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ബാച്ചിനകത്ത്, നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പഠിപ്പിച്ച് തീർത്തതാണ്. സോ അതിൻ്റെ ഈ ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ ടോപ്പിക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് വേണമെങ്കിൽ ഏത് ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് വേണ്ടതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. സോ ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.